പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണ അമ്മച്ചി? ഫിഷ് ബിരിയാണി. അപ്പോൾ എന്ത് ഫിഷാ? നെയ്മീൻ. ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. അപ്പോൾ ഫിഷ് കട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അല്ലൂസ് എന്തുണ്ടാക്കും അവിടെ നിന്ന്? അല്ലൂസ് എന്തുണ്ടാക്കും? അല്ലു പറ. ദോശ ഉണ്ടാക്കുവാണോ? അല്ലു നിൽക്കണ എന്തിലാന്ന് നോക്കിക്ക്. അവളുടെ സ്കൂട്ടറിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ചെയ്യുന്നത്. ഡേഞ്ചറാണ്, പറഞ്ഞാൽ കേൾക്കില്ല. ആ അതെ, ഹെൽപ്പ് ചെയ്യാം കേട്ടാ. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന്. എന്തൊക്കെ ഇട്ടമ്മ? ഉപ്പിട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, മുളക് പൊടി, മീൻ ആദ്യം വറുക്കണം കേട്ടോ. അതിനുള്ള മാരിനേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ലേശം മസാലപ്പൊടി, വെള്ളമല്ല വിനാഗിരി. ഇത്തിരി വിനാഗിരി കൂടി ഒഴിക്കണം കേട്ടോ. അമ്മച്ചിനെ പഠിപ്പിക്കാനാണ് ഇവിടെ ആൾക്കാർ. ചെറിയ ലൂസാകാൻ വേണ്ടി സ്വല്പം വെള്ളം കൂടി അമ്മച്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ മീൻ പുരട്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റിന് വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മളിനി ബാക്കിയുള്ള സാധനങ്ങൾ അടുപ്പിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇനി ബാക്കി പരിപാടിയിലേക്ക് പോകുന്നത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയിലേക്ക് വേണ്ട മല്ലിയിലയും പുതിനയിലൊക്കെ എടുക്കാമെന്നുള്ള. മല്ലിയില ഇല്ല കേട്ടോ, നമ്മുടെ ഗാർഡനിൽ പുതിനയില ഉണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ ചെറിയ ഗാർഡൻ ബാൽക്കണിയിലുള്ള. മണമുണ്ടാന്ന് നോക്കാന്ന്. അപ്പോൾ നമ്മൾ റൈസ് വേവിച്ചുറ്റിയാണ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ട് അരി ഇടണം കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കാനുള്ള മസാലകളാണ് ഇത്. തക്കോലം, കുരുമുളക്, ഗ്രാമ്പു, പട്ട, ജാതിപത്രി, പിന്നെ ബേ ലീവ്സ്, ഇത്ര ഇട്ടിട്ട് ജസ്റ്റ് തിളപ്പിക്കണം. ഇച്ചിരി നാരങ്ങയുടെ നീരും ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ തിളപ്പിക്കുന്നത്. എന്നിട്ടാണ് അതിൻ്റെ അകത്തേക്ക് റൈസ് ഇട്ടിട്ട് അത് വേവിച്ച് കോരണം. അരി ഇടുവാണ്. നമ്മൾ 2 ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കണമല്ലോ നമുക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോയതിൻ്റെ കെറ്റും തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. ഫിഷ് ബിരിയാണി. അപ്പോൾ ചോറ് നന്നായിട്ട് ഒരു പകുതി വേവ് മതി. ബാക്കി നമുക്ക് ചെറുതായിട്ട് ദമ്മിടാനുള്ളതാണ്. അപ്പോൾ നമ്മളത് വേവിച്ച് ഊറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യും എണ്ണയും കൂടി ഇട്ടിട്ടാണ് സവാളയും വറുത്തെടുക്കും. ആ എണ്ണയിൽ തന്നെ ഫിഷും വറുത്തെടുക്കേ. കുറച്ച് 2 സ്പൂൺ നെയ്യ് ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. നമ്മൾ ബിരിയാണിക്ക് വേണ്ട ഉള്ളി മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അതിനുള്ള സവാള മാത്രം ഇട്ട് കൊടുക്കണം. ഇത് ബ്രൗൺ കളറാക്കി എടുക്കണം. മൊരിയുടെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും ഒരു തുള്ളി പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്നാലാണ് ഈ സവാള നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. കുറച്ച് പഞ്ചസാര, സ്വല്പം പഞ്ചസാര. അത് ഈ റെഡ് കളറും കിട്ടും, നന്നായിട്ട് ക്രിസ്പി ആയിട്ടും കിട്ടും ഉള്ളി. അതിന് വേണ്ടിയിട്ടാണ്. ഉള്ളി മൊരിഞ്ഞു പോയി ഗൈസ്. അമ്മ ഓടി വന്നു, അത് പിടിച്ചു. അതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ടു, നൈസായിട്ട് രക്ഷപ്പെട്ടു. ഇനി ഇതിൽ തന്നെ ഇട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് പെരിഞ്ചീരകവും കൂടി ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കണേ. അങ്ങനെ നമ്മുടെ ഫിഷൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വറുത്ത എണ്ണയിലേക്ക് തന്നെ ബാക്കി ഉണ്ടായിരുന്ന ഉള്ളി,
കുറച്ച് തക്കാളി, അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ തോട്ടത്തിലെ ഫ്രഷ് ആയിട്ടുള്ള വേപ്പലയും അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുകയാണ്. അധികം മസാല ഒന്നുമില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾ പൊടി, ഗരം മസാല പൗഡർ, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് ഗ്രേവി ആക്കി എടുക്കും. അപ്പോൾ പോരാത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേണം ഗ്രേവി ആയിട്ട് എടുക്കാനേ. അപ്പം നമ്മുടെ ഗ്രേവിയിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലും ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയണ വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ മീൻ വെച്ച് കൊടുക്കണം കേട്ടോ അതിലേക്ക്. അങ്ങനെ നമ്മൾ ബിരിയാണിയുടെ ലാസ്റ്റ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ആ മീൻ നിരത്തി വെച്ചില്ല, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോറ് ഇട്ടിട്ട് ബാക്കി സെറ്റിങ്സ് ചെയ്യുകയാണ്. എൻ്റെ ബിരിയാണിയിലുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. കുറച്ച് പാലൊഴിച്ചിട്ട് അതിൽ മഞ്ഞൾ കലക്കി കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി കലക്കി ഒഴിക്കുവേ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ കളറിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും. നമ്മൾ ആ മഞ്ഞ കളറില്ല ബിരിയാണി ഇങ്ങനെ എടുക്കുമ്പോൾ വൈറ്റും യെല്ലോയും കൂടിയ കളറും കിട്ടും. പിന്നെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ, ബിരിയാണിയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിലിങ്ങനെ ചുറ്റിച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇത് തുറക്കുമ്പോൾ കാണിച്ചാലേ ഇതിങ്ങനെ ഒഴിക്കണതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കശുവണ്ടി മുന്തിരിയും വറുത്ത് വെച്ചത് വിത്ത് അതിൻ്റെ നെയ്യ് കൂടിയാണ്. അത് നമ്മളിങ്ങനെ തന്നെ നെയ്യോട് കൂടി തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് ഉള്ളി വറുത്ത് വെച്ചത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പുതിനയില. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദമ്മിട്ട് വെക്കണം. ദമ്മിടാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനെ എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കുറച്ചു നേരമായിട്ട് അപ്പം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഇതിൻ്റെ ദമ്മ പൊട്ടിച്ച് ഇത് എടുക്കാം. എടുക്കാൻ പോവാ. ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആ കളർ എങ്ങനെ കിട്ടുന്നത് ഉണ്ടോ, സെപ്പറേറ്റ് കളറായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രിക്ക് ചെയ്യുന്നത്. മസാല ഇങ്ങനെ ആദ്യം എടുത്തു, കുറച്ച് റൈസ്, പിന്നെ കുറച്ച് മസാല, റൈസ്. നമ്മൾ വയ്ക്കുന്നത് ഒരു പപ്പടം, കുറച്ച് മാങ്ങാച്ചമ്മന്തി, സാലഡ്. ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയേ. കഴിച്ചു നോക്ക്, താൻ കഴിച്ചു നോക്ക്. സൂപ്പറാണോ? അപ്പോൾ കുറച്ച് ഇതെടുത്തിട്ട് മീനും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഗ്രേവിയിൽ ഇങ്ങനെ മിക്സ് ചെയ്യുക. കുറച്ച് സാലഡ് എടുക്കുക, ഇതിട്ടിടുക. ആ അല്ല അതൊന്നും തൊടല്ലേ. കുറച്ച് പപ്പടം കൂടി ഇടുക, തമ്മയ്ക്കുള്ള കഴിക്കാൻ വേണ്ടി. ഇങ്ങനെ എടുത്തിട്ട് മീനും അടിപൊളിയാണ്. നെയ്മീൻ ബിരിയാണി അല്ലെങ്കിലും അടിപൊളിയാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയോണ്ടല്ലേ അത് അടിപൊളിയായിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാം കേട്ടോ എല്ലാവരും കൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ബൈ.